friends, welcome to our channel Nathoon Tips and Stitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കരിമീൻ പൊള്ളിച്ച റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കരിമീനെ നന്നായി ചതമ്പലൊക്കെ കളഞ്ഞ് ഒരു കത്തരി എടുത്തിട്ട് കത്തര കൊണ്ട് തന്നെ വെട്ടണം, അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുള്ളിനൊക്കെ നല്ല ബലമുള്ള മുള്ളാണ് കരിമീൻ്റെ മുള്ളിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കത്തി കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കത്തി എടുത്ത് നമുക്ക് അതിൻ്റെ ചെതമ്പലൊക്കെ നന്നായി കളഞ്ഞ് നമ്മുടെ ഈ ഒരു കല്ലുമ്മ വെച്ചിട്ട് നമുക്കത് ഉരച്ചെടുക്കാം. അപ്പോൾ എല്ലാതും ചെതമ്പൽ കളയാം. ആദ്യം മുഴുവൻ എല്ലാ മീനും നമുക്ക് ചെതമ്പൽ കളയാം. ചതമ്പലും അതിൻ്റെ പകിരിയും ഒക്കെ നന്നായി വെട്ടിക്കളയാം. ഇനി കല്ലുമ്മ വെച്ചിട്ട് നന്നായി ഉരച്ചെടുക്കാം. നമുക്ക് ആ കറുപ്പ് നിറം പോകാനായിട്ട് നമുക്ക് കല്ലുമ്മ വെച്ച് ഉരച്ചെടുക്കാം. ഇതുപോലെ എല്ലാ മീനും നന്നായി കല്ലുമ്മ വെച്ചിട്ട് ഉരച്ചെടുക്കാം. കരിമീൻ്റെ വാല് മുറിക്കണില്ല കേട്ടോ, ഞങ്ങൾ വാലൊരു ഭംഗിക്ക് നിർത്തി നോക്കണ്ട. നന്നായി ഉരച്ചാലാണ് അഴുക്കൊക്കെ നന്നായി പോവുള്ളൂ. അതുകൊണ്ടാണ് നന്നായി ഉരയ്ക്കണേ. ഇങ്ങനെ കല്ലുമ്മ ഉരയ്ക്കായിരിക്കും നല്ലത്. ചട്ടിയിൽ തന്നെ ഉരച്ചാൽ അത് അതിൻ്റെ ആ കറുപ്പ് നിറമൊന്നും പോവില്ല. അപ്പോൾ കല്ലുമ്മ വെച്ച് ഉരയ്ക്കുകയാണെങ്കിൽ നന്നായി വൃത്തിയായി കിട്ടും. ഇനി നമുക്ക് ഓരോ മീനും എടുത്തിട്ട് നന്നായി വരയാം. ഇങ്ങനെ നെടുക്കെ നന്നായി നീളത്തിൽ വരയാം. എല്ലാ മീനും ഇതുപോലെ വരഞ്ഞെടുക്കാം. നമ്മുടെ മീനൊക്കെ നന്നായി വരഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്കത് നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ ചേറും ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി കൈയിട്ട് നന്നായി കഴുകിയെടുക്കാം. ഇനി കഴുകി വെച്ച ഓരോ മീനിലേക്കും നമുക്ക് അതിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി, ഇഞ്ചി, ചുവന്നുള്ളി, ഉപ്പ്, വെളുത്തുള്ളി. ഇനി നമുക്ക് ചുവന്നുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റാക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പേസ്റ്റ് നമ്മുടെ മീനിട്ടിട്ട് അതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ വരഞ്ഞ ഓരോ വിടവിലേക്ക് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായി തേച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ അരച്ച് നോക്കണത്. നമുക്ക് പേസ്റ്റ് തേച്ച മീനെ ഒരു 20 മിനിറ്റ് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ അടുപ്പുമ്മേ ഒരു തവ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് ഓരോ മീനും കുറേ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഓരോ മീനും നമുക്ക് പൊള്ളിച്ചെടുക്കാം. നമ്മുടെ ഈ കരിമീനെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് മേടിച്ചു വന്ന കരിമീനാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ബന്ധുവീടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കരിമീനാണ്. നല്ല ജീവനുള്ള കരിമീൻ കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാ കരിമീനും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കരിമീനും ഇതുപോലെ വറുത്തെടുക്കാം.
പൊള്ളിച്ചെടുക്കാം. വറുത്തെടുക്കാമെന്നല്ല പറയുക, പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കരിമീനൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 സബോള, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി വാട്ടിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി വാട്ടാം. അതൊരു വിധം വാടുമ്പോൾ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു നുള്ളി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി, എരിവില്ലാണ്ടിരിക്കാൻ വേണ്ടി. ഇനി ഒരു തക്കാളിയും അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായി വാട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സബോളയും തക്കാളിയും വേപ്പിലയൊക്കെ അത് നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. അത് ഇട്ടിട്ട് മൊരിക്കേണ്ട, ഒന്ന് വാട്ട് വേണ്ടു. അത് കഴിഞ്ഞ് നമുക്കൊരു ഇല വെച്ചിട്ട് ഈ വാട്ടിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇലയിൽ നന്നായി പരത്തി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഒരു കരിമീൻ എടുത്ത് വയ്ക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് വാട്ടിയ മിക്സ് കുറച്ചിടാം. എന്നിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ഇലയിൽ എല്ലാം നന്നായി പൊതിഞ്ഞ് കെട്ടാം. ഒരു വാഴയില തന്നെ വള്ളി എടുത്തിട്ട് നമുക്കതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗമ്മ നമുക്കൊരു ദോശത്തവ വെച്ചിട്ട് നമ്മുടെ ഓരോ കെട്ടി പൊതിഞ്ഞ മീൻ കെട്ടും നമുക്ക് ഈ ദോശത്തവയിൽ വെച്ചിട്ട് വീണ്ടും വാട്ടിയെടുക്കാം. വീണ്ടും നന്നായി ഒന്ന് വാട്ടി തിരിച്ചും മറിച്ചിട്ട് വാട്ടി എടുക്കാം. അപ്പോൾ സ്റ്റൗ കുറച്ചിട്ട് വേണം ചെയ്യാൻ, കരിയാണ്ടിരിക്കാനായിട്ട്. നമ്മുടെ സബോളയും ഇതൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗ കുറച്ചിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ കെട്ടിവെച്ച എല്ലാ മീനും നമുക്കിപ്പോൾ ഇത് ഒരു സ്റ്റെപ്പായി. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ ദോശത്തവയിൽ വെച്ചിട്ട് കെട്ടിയത് വാട്ടിയെടുക്കാം. ഭയങ്കര ടേസ്റ്റായിരിക്കും ഈ മീൻ കഴിക്കാനായിട്ട്. ഇഞ്ചിയും പച്ചമുളകും സബോളയൊക്കെ കൂടി ആ മീൻ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ പൊള്ളിച്ച് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഒരു ഇല അഴിച്ചു നോക്കി നോക്കാം. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല മണം, ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സബോളയുടെയൊക്കെ നല്ല അടിപൊളി മണം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എങ്ങനെയുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ കരിമീൻ പൊള്ളിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.